ചിലർക്ക് 2000, Some people have 2,000. ചിലർക്ക് 1000, Some people have 1,000. ചിലർക്ക് 500. Some people have 5,000 or 500. എന്നാൽ തിരിച്ചറിയുക, But pay attention. നല്ല വസ്ത്രധാരണം, You need to dress modestly. മാന്യമായ വസ്ത്രധാരണം You need to dress in an honorable way. വിശുദ്ധന്മാർക്കുള്ളതാണ്. It is for the saints. This is our culture. Oh, you might say, this is our culture. This is how we do. I am not living in American culture. Yes. I am not living in Indian culture. Amen. I am living in the kingdom culture. American സംസ്കാരത്തിലോ ഇന്ത്യൻ സംസ്കാരത്തിനനുസരിച്ചല്ല ഒരു ദൈവിക സംസ്കാരത്തിലോട്ടാണ് ഞാൻ ജീവിക്കുന്നത്. Hallelujah. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ. Jesus said, you are the salt of the world. ആമേൻ. പക്ഷേ ഷാജി സ്വന്തം എല്ലാം പോയി. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ. You are the salt of the world. ഉപ്പ അമേരിക്ക പോയാലും ഉപ്പ. And even if salt comes to America, it's still salt. ഉപ്പിനെ ആഫ്രിക്കയിൽ കൊണ്ടുപോയാലും ഉപ്പ. If you take it to America, it is still salt. ഉപ്പ് ഓസ്ട്രേലിയ പോയാലും ഉപ്പ. If it goes to Australia, it is still salt. The salt is never changed. And ഉപ്പ് ഒരിക്കലും മാറത്തില്ല. Never changed. ഒരിക്കലും മാറത്തില്ല. എത്രയോ കേരളത്തിലുള്ള ഉപ്പ് അമേരിക്ക വന്ന പഞ്ചസാരയെന്നറിയാം. How many salts came to America? Now they are no more salt, they are sugar. ഉപ്പായിരുന്നെങ്കിൽ മാറത്തില്ലായിരുന്നു. Now if they remain the salt, they will never change. ഉപ്പല്ലാത്തോണ്ടാ മാറി. Because they are no more the salt, they have changed. ഉപ്പെന്ന് എന്നൊരു പ്രസംഗം എന്റെ കയ്യിലുണ്ട്, പിന്നെ പറയാം. And I have a whole sermon called Salt. I will preach it later. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Hallelujah. പിശാച് അവനെ സ്വാധീനിച്ചതിനാൽ Because the devil had influenced him. അവന്റെ പാർപ്പ് കല്ലറയിൽ. Now his dwelling was in the tomb, ഫിനിഷിംഗ് പോയിന്റ്. in the finishing point. എന്നാൽ യേശു അവനെ സ്വാധീനിച്ചത്. When Jesus influenced him, ഇപ്പോൾ അവൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്. now he has come to the starting പിശാച് point. അവനെ സ്വാധീനിച്ചത്. When the devil influenced him, അവന്റെ ആദരത്തിൽ ദീനരോധനങ്ങൾ. there was always cries coming out of him. യേശു അവനെ സ്വാധീനിച്ചത്. When Jesus influenced him, തെക്കേപ്പള്ളി പട്ടണത്തിൽ അവന്റെ ആദരത്തിലുള്ള സുവിശേഷത്തിന്റെ വാക്കുകൾ. he started to declare the gospel in the Decapolis. പിശാച് അവനെ സ്വാധീനിച്ചതിനാൽ When the devil influenced him, അവന്റെ ശരീരത്തെ അവൻ നശിപ്പിക്കുന്നു. he was destroying his own body. യേശു അവനെ When സ്വാധീനിച്ചതിനാൽ Jesus influenced him, അവൻ ആരോഗ്യത്തോടെ സുവിശേഷ വേല ചെയ്യുന്നു. he started serving God in പിശാച് അവനെ സ്വാധീനിച്ചതിനാൽ But the devil influenced him. അവൻ നഗ്നനായി He ജീവിക്കുന്നു. was walking around യേശു naked. അവനെ സ്വാധീനിച്ചതിനാൽ Jesus influenced him. ഭൂമിയിലെ വസ്ത്രവും And he had the clothes. തേജസ്സിന്റെ വസ്ത്രവും And also glorious അവനെ clothes. ഉടുപ്പിച്ചിരിക്കുന്നു. God adorned him. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. Praise God. ഹല്ലേലൂയ. Hallelujah. ഇനി നിങ്ങൾ റെഡി ആയിക്കോ. Now be ready. ഒരു ആത്മീയ യുദ്ധത്തിന് റെഡി ആയിക്കോ. Be ready for a spiritual battle. എന്റെ പ്രാർത്ഥനാ മുറി ഞാൻ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ച വിഷയം പറയാൻ പോവാ. I'm gonna share with you something that I received in my room as I was worshiping. ദുരാത്മാവുള്ള മനുഷ്യൻ A person who was possessed by a demon. യേശുവിനെ കണ്ടപ്പോൾ When he saw Jesus, അവൻ ഓടി വന്ന് മുട്ടുകുത്തി. he came and knelt down before him. അവൻ സ്റ്റാൻഡ് അവനെ വണങ്ങി. He came and knelt down. അവനെ നമസ്കരിച്ചു. He came and bowed before him. ഇതേ പൈശാചിക ശക്തി, This same demon, ചില മാസങ്ങൾക്ക് മുമ്പ് few months ago, ഈ യേശുവിനോട് പറഞ്ഞു, he told Jesus, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ if you bow before ഈ me, കാണുന്ന എല്ലാം ഞാൻ നിനക്ക് തരാം. I will give everything that it belongs to me to അന്ന് you. യേശു പറഞ്ഞു, Then Jesus said, നിന്നെ വണങ്ങുക നല്ലതാ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നേ എന്നെ വണങ്ങുക. I'm not going to bow before you, you will bow before me. എല്ലാ മുട്ടും എന്റെ മുമ്പിൽ മടങ്ങും. Every knee shall bow before me. എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് പാടിക്കൊണ്ടേയിരിക്കും. Every tongue will confess that Jesus Christ is Lord. ഇവിടെയുള്ള ഈ ദൂത് ശ്രദ്ധിച്ചു കേട്ടോണം. Pay attention to this message. ചെറുപ്പക്കാർ കേട്ടോണം. The young people, pay attention. പിശാചിന്റെ മുമ്പിൽ വണങ്ങാൻ If you bow before the devil, യേശു തയ്യാറായില്ല. Jesus was never ready to bow before the devil. പിശാചിന്റെ മുമ്പിൽ വണങ്ങാത്തവന്റെ മുമ്പിൽ പിശാച് വണങ്ങുന്നു. You don't bow before the devil. The devil will have to bow before you. പിശാച് നിന്റെ പ്രസംഗത്തെ പേടിക്കുന്നില്ല. The devil is not afraid of your sermon. പിശാച് നിന്റെ അന്യഭാഷ പേടിക്കുന്നില്ല. The devil is not afraid of your tongue. പിശാച് നിന്റെ പാട്ടിനെ പേടിക്കുന്നില്ല. The devil is not afraid of your sin. പിശാച് നിന്റെ ജീവിതത്തെ പേടിക്കുന്നു. The devil is afraid of your life. Come on church, come on. Hallelujah, hallelujah. വണങ്ങാനുള്ള അവസരം വെളിപ്പെടുമ്പോൾ, When the right times comes for him to bow, പാപം ചെയ്യാനുള്ള അവസരം വെളിപ്പെടുമ്പോൾ the opportunity for sin arise, അവിടെ വകുപ്പ് പറയാതെ
Don't say excuses. അവിടെ കൾച്ചർ പറയാതെ Don't talk about culture. അവിടുന്ന് ഓടുന്ന ജോസഫ് വാക്കാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Children to run away from places like that. No compromise. No compromise. പാപത്തോട് എനിക്ക് കോംപ്രമൈസ് ഇല്ല. I cannot compromise with sin. പിശാചിനോട് എനിക്ക് കോംപ്രമൈസ് ഇല്ല. I cannot compromise with the devil. കോംപ്രമൈസ് ചെയ്യുന്നതിന് പോട്ടെ. Let the compromisers go away. യേശു തന്നെ പറഞ്ഞു, വിശാലമായ വാതിൽ നാശത്തിന്റെ പാതയാ, ജീവന്റെ വഴി ഇടുക്കോ ഞെരുക്കമുള്ളതാ, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാ. Amen. Jesus said the gate of destruction is wide, but the path of life is narrow. Whoever walks through that narrow path will find life. നിങ്ങൾ സ്വന്തം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നം വരും. Even if you don't praise God, I don't have a problem. കാരണം ഒരു ആഴ്ചയിൽ ഒരു മാസത്തിൽ 10, 50, 55 എപ്പിസോഡ് പ്രസംഗിക്കുന്നവൻ അവര് ക്യാമറയുടെ മുമ്പിൽ. Because in a month I preach at least 50 or 55 television episodes. കൈയടിക്കാനും ആരെയില്ല. There is no one in before the camera. ഞാനും ക്യാമറയിൽ മാത്രമേ കാണുള്ളൂ. Only me and the camera in the room. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയി. So I'm experienced that. സ്വന്തം പറഞ്ഞില്ലേ So even if you don't praise, എനിക്ക് പ്രസംഗം I വരും. don't have a problem. Praise God. No compromise. Okay. പാപത്തോട് കോംപ്രമൈസ് ചെയ്യുക. Don't compromise with sin. ഇന്ന് ഒരുപാട് ദുരുപദേശങ്ങൾ ഇറങ്ങുന്നുണ്ട്. There are many kinds of heresies these days. ഞാൻ ഇന്ന് വൈകിട്ട് മീറ്റിംഗിൽ അത് പ്രസംഗിക്കും. This evening I will preach about എന്നെ that. നിങ്ങൾ സത്യം പറയാൻ അനുവദിക്കുമോ? Will you allow me to speak the truth? സത്യം പ്രസംഗിക്കാൻ എന്നെ അനുവദിക്കുമോ? Will you allow me to speak the truth? You allow me to speak the truth? Praise God. Praise God. Praise God. Praise God. Praise God. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, Dear brothers and sisters, വിശുദ്ധി എന്ന് പറയുന്നത് ഒരു പ്രസംഗ വിഷയമല്ല. holiness is not a preaching topic. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ലേഖനം എഴുതാൻ ഒരു സംഭവമല്ല. Holiness is not an article to be written somewhere. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ അല്ല. Yes. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ലൈഫാണ്. Holiness is a lifestyle. പിശാചിന്റെ മുമ്പിൽ, Before the devil, വണങ്ങാത്തവന്റെ മുമ്പിൽ before the one who doesn't bow before the devil, പിശാച് വണങ്ങുന്നു. the devil will bow before them. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ചർച്ചയിൽ ഞാൻ ഈ മെസ്സേജ് എടുത്തപ്പോൾ The other day, as I was preaching this same message in our church, ദൈവം എനിക്കൊരു റെവലേഷൻ God gave me a revelation from that. നിങ്ങൾക്ക് പ്രയോജനപ്പെടും. And you will benefit from that. യേശു 40 ദിവസം ഉപവസിക്കുമ്പോൾ When Jesus was fasting for 40 days, നല്ല വിശപ്പ്. he was hungry. പിശാച് വന്ന് പറഞ്ഞു, The devil came and said, നീ കല്ലിനോട് അപ്പമാകാൻ. you command the stones to become bread. അപ്പാവട്ടെ. Let it become bread. എന്റെ ചോദ്യം, My question is പിശാച് തെറ്റാണോ പറഞ്ഞത്? the devil speaking something wrong? നോ. No. കാരണം വിശക്കുന്നവന് അപ്പമല്ലേ വേണ്ടേ? Because those who are hungry need bread. നിനക്ക് വിശപ്പില്ലേ? Aren't you hungry? നീ 40 ദിവസം ഫാസ്റ്റിംഗ് അല്ലേ? Aren't you fasting? നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന് എനിക്കറിയാം. I know that you are very hungry. നീ 2 അപ്പം കഴിക്കേ. Come on, have a couple of loaves of bread. തെറ്റാണോ പറഞ്ഞത്? Is it wrong? നിനക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നിന്നെ എൻട്രി ചെയ്യിച്ചിട്ട് നിന്നെ തെറ്റുകാരനാക്കുന്നവനാണ് പിശാച്. Devil is a person, individual, who makes your thinking or attitude that something is not wrong. He gets you involved in that and makes you a wrong person. ഞങ്ങളുടെ ചർച്ചിലെ യൂത്ത് മീറ്റിംഗിൽ ഞങ്ങൾക്ക് 1000-ഓളം വരുന്ന ചെറുപ്പക്കാരുണ്ട്. And in our youth meeting in our church, there are almost 1,000 attendees every week. പല സ്ഥലങ്ങളിൽ, From many places, പലയിടങ്ങളിൽ, from many areas. ഏകദേശം 500 പേര് കൂടുന്ന ഒരു യൂത്ത് ക്യാമ്പ് ഉടനെ സ്റ്റാർട്ട് ആകും. We are going to start a youth camp in which almost 500 people will come. ഞങ്ങളുടെ ചർച്ചിൽ വരുന്നത് ഈ പകുതി ആൾക്കാരും ചെറുപ്പക്കാരും. And majority of the people who come to our church are the youth. ഞാൻ അവരെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നു. So I focus more on them. കാരണം 70 വയസ്സുള്ള ഒരാൾ പുറകെ നടക്കുന്നതിനേക്കാൾ നല്ലത് 7 വയസ്സുള്ള ഒരാൾ പുറകെ. Because it is better to walk after a 7-year-old child and instruct them than a 70-year-old man. Yes. 70 വയസ്സുള്ളവരെ കർത്താവിന് വേണം. God needs the 70-year-olds. അവരെ കർത്താവ് ഉപയോഗിക്കും. God will use them too. ഇരിക്കുന്ന പ്രായമുള്ളവരെ കർത്താവ് ഉപയോഗിക്കാൻ God പോകും. will use all the elderly over here. പക്ഷെ അടുത്തൊരു തലമുറ എഴുന്നേൽക്കണം. But there needs to be a next generation who will rise up. തളർത്തുന്ന കേരളത്തിൽ, In Kerala, that puts people down. മുറിക്കുന്ന കേരളത്തിൽ, Kerala, that cuts people to the ground. മുറിക്കാതെ
without cutting them, തളരാതെ without making them weary. ശക്തരായി കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. Let some young people rise up who will be mighty for God. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഓട്ടം. That is why we are running. കർത്താവിന്റെ ദാസൻ ടെലിവിഷൻ മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞല്ലോ. A servant of God spoke about our television ministry. എന്തൊരു പവർഫുൾ ആണെന്നറിയാമോ? Do you know how powerful that ministry is? എത്ര പേര് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ടെലിവിഷനിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ടിവിയിലൂടെ ഒക്കെ How many കണ്ടിട്ടുണ്ട്? of you have been watching our program online or through television? കർത്താവേ, നിങ്ങളെ ഓർത്ത് സ്തോത്രം. I thank God for all of you. അവരുടെ കൈ ഒന്ന് ഉയർത്തി കാണിച്ചേ. Come on, if you see that program, lift your hands. ഇപ്പൊ ഫിലദൽഫിയ നടന്ന മീറ്റിംഗിൽ Now, in this recent meetings in Philadelphia, അത്ര ആള് കൂടിയതിൽ among all the people who had gathered, 60% ആൾക്കാർ നോൺ ബിലീവേഴ്സ് ആയിരുന്നു. more than 60% of the people who came to the meetings were non-believers. മെയിൻ സാങ്ച്വറി ഫുള്ളായി. The main sanctuary was full. സെക്കൻഡ് സാങ്ച്വറി ഫുള്ളായി. Second sanctuary was full. യൂത്തിന്റെ സാങ്ച്വറി ഫുള്ളായി. And even the youth sanctuary was full. രണ്ട് സാങ്ച്വറിയിൽ സ്ക്രീൻ വെച്ചു. And they had screens put up in both the sanctuaries. പക്ഷെ അവരൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയായിരിക്കും ഓൺലൈനിലൂടെ. Now some of them might be watching us right now. താഴത്തെ സാങ്ച്വറീസ് താഴെ ഒരു സ്ഥലത്ത് ഒരു ടി വി വെക്കാൻ തുടങ്ങിയപ്പോ And as they were getting ready to put a television somewhere else, കുറെ ആൾക്കാർ പിണങ്ങി പോയി. some people, because they didn't have any more space to stand, they left. ഈ പുള്ളി എന്നും ഞങ്ങൾ ടി വി കാണുന്ന ഇനി ടി വി കാണാനല്ല വന്നേന്ന്. They said that we have been watching him in the television for a long time. We don't need to come here and watch him in television. അപ്പൊ ഞാൻ പറഞ്ഞത്, So what I'm saying is, നമുക്ക് ഒരു ദിവസം എത്ര വീട്ടിൽ പോയി സുവിശേഷം പറയാൻ പറ്റും? how many homes can you go to and share the gospel at a day? 10 വീട്ടിൽ, 10 homes, 15 15 മാക്സിമം. homes, maximum 15 homes. ഇഷ്ടപ്പെട്ടാലേ കയറ്റിയിരുന്നു. Even if they don't like you, they will let you in. ഞങ്ങളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും But even if they like us or don't like us, ലക്ഷക്കണക്കിന് ആൾക്കാർ വീട്ടിൽ, hundreds and thousands of people around the world, അനേക രാജ്യങ്ങളിൽ, in many nations, വിളിക്കാത്തവരുടെ വീട്ടിൽ, of the people who don't invite us, വിമർശിക്കുന്നവരുടെ സിറ്റ് ഔട്ടിൽ, even in the living rooms of the people who criticize us, ഇരുന്ന് വർത്താനം പറയല്ലേ. I am sitting there and talking to them. ഞാൻ സാക്ഷിയൊക്കെ നാളെ രാവിലെ പറയും. Tomorrow morning I'll share my testimony. ഞാനൊരു മർത്തോമ സമുദായത്തിന് ഒറ്റയ്ക്ക് വിശ്വാസി വന്നു. I came from a Marthomite background alone to faith. പക്ഷെ എന്റെ വീട്ടിലുള്ള എല്ലാവരും വിശ്വാസി വന്നു. But today all of them in my family are worshiping God in spirit and in truth. നല്ല എൻകറേജ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. And let me tell you some very encouraging things ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി. for the glory of God. ഒരു ദിവസം എന്റെ അമ്മയോട്, One day my mother, ഞങ്ങളുടെ മർത്തോമ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരി പറഞ്ഞു, a sister in our Marthoma church in Kerala said, ഓ നിന്റെ മോൻ ഇപ്പൊ എല്ലാ ടി വിക്കകത്തും ഉണ്ടല്ലോ. your son is in all the TV channels now. അവന് ഇഷ്ടംപോലെ പൈസ ആയിരിക്കും. He should have a lot of money with him. കാരണം അവരെല്ലാം കരുതുന്നേ Because all of them think, എനിക്ക് പൈസ കിട്ടുവാണ് അതിനകത്ത്. and through TV I'm getting money. കാരണം വാർത്ത വായിക്കുന്നവർക്കും Because the people who read the news, സീരിയൽ അഭിനയിക്കുന്നവർക്കും പൈസ ഇങ്ങോട്ട് കിട്ടുകയാണ്. people who act in soap operas, they're all earning money through that. മമ്മി അവരോട് പറഞ്ഞു, So my mom said, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ലക്ഷങ്ങൾ കൊടുത്താ ഇതൊക്കെ നടത്തുന്നേ. and she said that he is spending money to do this program. എന്താ അതിന്റെ ഗുണം? But what is the use of that? ലക്ഷക്കണക്കിന് ആൾക്കാർ, Hundreds and thousands of people, 10,000 ആൾക്കാർ tens and thousands of people. ഈ സുവിശേഷം അറിയുന്നു. This gospel is being reached to them. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, Even the Lord Jesus said, നിങ്ങൾ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ സമ്പാദിപ്പിക്കും. you need to earn people with the unrighteous mammon. അനീതിയുള്ള മാമോൻ ബാങ്കിൽ കിടന്നോണ്ട് ഒരു ഗുണമില്ല. There is no use of your money lying in the bank just like that. ഇതെടുത്ത് എറിഞ്ഞാലേ സ്നേഹിതര് വരൂ. And if you spend some for your friends, they will come to you and to God. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise God. Praise God. Praise the Lord. ഒരു സന്തോഷ വാർത്തയും കൂടെ. Let me tell another good news. ഈ കഴിഞ്ഞ ദിവസം This other day, ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ in a channel in Kerala called Asianet News, ജസ്റ്റ് ഞങ്ങൾ ഒരു ഇമെയിൽ ചെയ്തു. we emailed ഞങ്ങൾ അവരോട് ആഴ്ചയിൽ 7 ദിവസവും സ്ലോട്ട് ചോദിച്ചു. and we asked for a slot the whole 7 days of the week. അത് വളരെ ശക്തമേറിയ ഒരു ടെലിവിഷൻ ചാനൽ. And it's a very popular television channel. ഏഷ്യാനെറ്റ് ന്യൂസ് എല്ലായിടും കിട്ടുന്ന ചാനൽ. Asianet News is available globally. മലയാളികൾ ബൈബിൾ വായിച്ചില്ലെങ്കിൽ ന്യൂസ് കാണും. Even if Malayalis don't watch the Bible, they watch the news. ഹല്ലേലൂയ. ഞങ്ങൾ ചുമ്മാ ചോദിച്ചു. Somehow, just like that, we asked them for a slot. ദാവീദ് കല്ലെടുത്ത് എറിഞ്ഞ ചുമ്മാ എറിയുന്നു. Just like David threw the stone, we threw a stone. കൊള്ളൂന്നൊന്നും വിചാരിച്ചു. We didn't think that it's going to hit the point. പക്ഷെ കഴിഞ്ഞ മാസം അത് കൊണ്ടു. But last month we received it.